ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇവർ വിവാഹിതരാകുന്ന നമ്മുടെ ഭൂമിയുടെയും നമ്മുടെ അജയുടെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? അടുത്ത ആഴ്ചയിലെ എപ്പിസോഡുകളിലെ ഒരു ചെറിയൊരു ഇൻട്രോ നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കണേ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ അജയുടെയും ഭൂമിയുടെയും പുതിയ വിശേഷത്തിലോട്ടൊക്കെ പോകാം. അങ്ങനെ നമ്മുടെ ഭൂമി ആകെ മൊത്തത്തിൽ ഒന്ന് ഡൗൺ ആയി പോവാണ്. കാരണം വേറൊന്നുമല്ല, തന്റെ അച്ഛന് ഇങ്ങനെ ഒരു മാരകമായ ഒരു രോഗം വന്നു. അപ്പൊ അത് എങ്ങനെയെങ്കിലും തരണം ചെയ്ത് പോണം. തന്റെ അച്ഛന് പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ എത്രയും വേഗം നടത്തുക, അത് മാത്രമാണ് ഭൂമിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഭൂമി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ബാങ്കിലും മറ്റുമൊക്കെ പോയിട്ട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കട്ടെ. പക്ഷെ ഒന്നും അങ്ങോട്ട് റെഡി ആവുന്നില്ല. ഭൂമിക്ക് ആകെ ടെൻഷനാണ്, എന്ത് ചെയ്യും എന്ന് അറിഞ്ഞൂടാ. അങ്ങനെ അച്ഛന്റെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആഘോഷിച്ച് എല്ലാവർക്കും കേക്ക് ഒക്കെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിലും മറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ അജയ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ആദ്യമൊക്കെ ഒന്ന് മുഷിഞ്ഞ് സംസാരിച്ചെങ്കിലും അജയ് ഭൂമിയെ ശ്രദ്ധിച്ചായിരുന്നു. കാരണം എന്ത് പറഞ്ഞാലും തിരിച്ചടിക്കുന്ന സ്വഭാവക്കാരിയാണ് നമ്മുടെ ഭൂമി. എന്ത് പറ്റിയിടോന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സ് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ സാർ എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, തനിക്ക് കൂടുതലും ചേരുന്നത് ആ വേഷം കേട്ടോ. എന്ത് പറഞ്ഞാലും തിരിച്ചടിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, എനിക്ക് കൂടുതൽ താല്പര്യം താൻ അങ്ങനെ റിയാക്ട് ചെയ്യുന്നതാണ്. എന്താണോ വിഷമം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ 1-2 ദിവസമായിട്ടാണല്ലോ തനിക്ക് അങ്ങനെ ഒരിത്. കാരണം ഈ അടുത്തൊക്കെ എനിക്കെതിരെ സമരം നടത്താനും ഒക്കെ മുൻപന്തിയിൽ നിന്ന ഒരാളല്ലേ താൻ. അങ്ങനെ പെട്ടെന്ന് ഡൗൺ ആയി പോകുമ്പോ സത്യം പറഞ്ഞ ഒരു ബോറായിട്ടൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. പക്ഷെ ഭൂമി പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ ഭൂമി തിരിച്ചു നേരെ ഷോപ്പിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ ഭൂമി ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ആ സർജറി ചെയ്യണമല്ലോ. അപ്പൊ അതിന് ബാങ്കിൽ ചെല്ലുന്നുണ്ട്. അപ്പൊ ബാങ്ക് മാനേജർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് 2 ദിവസത്തിനകത്ത് അറിയിക്കാന്നുള്ള രീതിയിൽ ഭൂമിയെ സമാധാനപ്പെടുത്തി വിടുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ സൗഭാഗ്യഭവനിൽ നിന്ന് നമ്മുടെ സൗദാമിനി അമ്മ മുത്തശ്ശി വിളിക്കുന്നത്. അപ്പൊ മുത്തശ്ശി ഭൂമിയുടെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, മോക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഭൂമിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ണിയപ്പവും പാൽപ്പായസവും അമ്പലത്തിലേക്ക് പറഞ്ഞിരുന്നില്ലേ മോളെ, ആ മുത്തശ്ശിയാണെന്ന് പറയാം. എനിക്കറിയാം മുത്തശ്ശി, പറഞ്ഞോളൂ എന്ന് പറയാം. അതെ, എന്റെ ചെറുമകന്റെ വിവാഹ നിശ്ചയമാണ്. അപ്പോ എനിക്ക് കുറച്ച് നല്ല അതുപോലത്തെ തന്നെ നല്ല മധുരമുള്ള നല്ല പാൽപ്പായസവും നല്ല പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പം മോൾ ഉണ്ടാക്കി കൊണ്ട് തരണം. മോക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, എത്ര പൈസ വേണമെങ്കിലും തരാം. അപ്പൊ ഭൂമി പറയും, അതിനെന്താ മുത്തശ്ശി, അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കി കൊണ്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ ഓർഡറും കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നു. അപ്പൊ അങ്ങനെ അവര് അന്നേ ദിവസത്തേക്ക് വേണ്ടുന്ന ഉണ്ണിയപ്പവും ആ പാൽപ്പായസവും ഒക്കെ ഭൂമി തന്നെ മുൻകൈ എടുത്ത് ചെയ്യണ. അപ്പൊ ലക്ഷ്മിയും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ അമ്മയും ഒക്കെ ഒപ്പം ഉണ്ടെങ്കിലും ഭൂമിയാണ് കൂടുതലും അത് ചെയ്യുന്നത്. അവരെ സഹായിക്കാനായിട്ട് ഇങ്ങനെ ഭൂമിയുടെ ഒപ്പം നിൽക്കുകയാണ്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള പാൽപ്പായസവും അതുപോലെ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കണേ. അപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛന് പറയുന്നുണ്ട്, ഇന്നെന്താ മോളെ പതിവിലും കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? അതെ, ഇതൊരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കാൻ. അപ്പൊ അമ്പലത്തിലാണോ എന്ന് ചോദിക്കുമ്പോ ഭൂമി പറയും, അല്ല അച്ഛാ, ഇത് ഒരു തറവാട്ടിൽ ഒരു മുത്തശ്ശി പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ വീട്ടിലേക്കാ കൊണ്ടുപോകണേന്ന് പറയും. ആണോ? അപ്പം ഇതെങ്ങനെ കൊണ്ടുപോകണ്ടേന്ന് ചോദിക്കുമ്പോ, ഇത് നമുക്ക് വണ്ടിയിൽ വെച്ച്, അതായത് 2 വീലറിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ മോളെ എന്ന് പറയും. ഇല്ലച്ചാ, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒരു ഓട്ടോറിക്ഷ എന്തെങ്കിലും പിടിച്ച് കൊണ്ടുപോകണം. ഓട്ടോറിക്ഷയോ? അപ്പോഴേക്കും നമ്മുടെ അച്ഛനും ചോദിക്കും, പിന്നെ നമുക്ക് നല്ല ഒന്നാന്തരം കാറുള്ളപ്പോ എന്തിനാടി മോളെ ഇനി ഓട്ടോറിക്ഷ? അയ്യോ എന്റെ പൊന്നച്ഛനല്ലേ, നമുക്ക് ആ CCTV നമുക്ക് വേണ്ട. കാരണം വേറൊന്നുമല്ല, എങ്ങാനും വഴിക്ക് വെച്ച് നിന്ന് പോയല്ലേ എന്റെ ഓർഡർ മിക്കവാറും ക്യാൻസൽ ആയിപ്പോ. അതുകൊണ്ട് എന്റെ പൊന്നാര അച്ഛനല്ലേ, അതുകൊണ്ട് നമുക്കൊരു ഓട്ടോറിക്ഷയിൽ തന്നെ പോവാം. അതെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്റെ വണ്ടിയെ കുറിച്ച് നീ ഇങ്ങനെ കുറ്റവും കുറവും പറയാൻ നിൽക്കല്ലേ ഭൂമിന്ന്. അതെ, എന്റെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് സാധനം കയറ്റിക്കോ, കൃത്യസമയത്ത് എത്തും. അഥവാ അത് നിന്ന് പോയെങ്കിൽ എന്റെ ജീവനും നിൽക്കും. അത് കേട്ടപ്പോ ഭൂമിയുടെ മുഖമൊക്കെ അങ്ങ് മാറിയതേ. അച്ഛൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കേസാട്ടോ, എന്റെ ജീവൻ അങ്ങ് നിൽക്കും, എന്റെ ജീവൻ അങ്ങ് നിൽക്കും. എന്തിനാ എപ്പോഴും അങ്ങനെ പറയണച്ചാ? എനിക്ക് വിഷമാവില്ലേ, അമ്മയ്ക്ക് വിഷമാവില്ലേ? പിന്നെ എന്തിനാ എപ്പോഴും ഈ മരണത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേന്നും പറഞ്ഞ് ഭൂമി നമ്മുടെ അച്യുതന് വഴക്ക് കൊടുക്കുകയാണ്. എന്റെ പൊന്നു മോളെ, ഞാൻ പറഞ്ഞതാ, ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ
പേടിക്കേണ്ട. ഭൂമി പറഞ്ഞു അതെ, നമുക്ക് എന്നാ നമ്മുടെ CCTV തന്നെ കൊണ്ടുപോവാം, അങ്ങ് എത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവര് സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കി പാക്ക് ചെയ്ത് റെഡിയാക്കി കൊണ്ടുപോവാണ്. അങ്ങനെ കാറിലൊക്കെ എടുത്ത് വെക്കാണ്. അങ്ങനെ ആ വീട്ടിലോട്ട് അച്യുതന് വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് ആ വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. ആ വീട് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്യുതൻ പെട്ടെന്ന് ഷോക്കായി പോണ്. ഇത് ആ വീടല്ലേ എന്ന രീതിയിൽ. അപ്പൊ അച്യുതൻ എന്തൊക്കെയോ പഴയ ചില ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരണം കേട്ടോ. കാരണം ഈ ഭൂമിയുടെ അതായത് ഭൂമി ആരാണെന്നും എന്താണെന്നും ശരിക്കും അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് അതിനെ കുറിച്ചുള്ള ഒരു കഥ വരുന്നുണ്ട് കേട്ടോ. അതായത് അച്യുതൻ ആ വീട്ടിലെത്തും. ആ വീട്ടിലെ ആ സ്ത്രീ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആരാണ്? ഭവാനി എന്ന് പറയുന്ന ആ സ്ത്രീ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ അവിടെ എത്തിക്കഴിയുമ്പോ അച്യുതൻ ഇങ്ങനെ പതുങ്ങിയും പതുങ്ങിയൊക്കെ നിൽക്കുക. അപ്പൊ ഭൂമി പറയും, അച്ഛാ എന്താ അവിടെ ചെയ്യേണ്ടത്, വന്നേ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വയ്ക്കാം. അപ്പൊ ഭൂമി നോക്കിയിട്ട് വലിയ തറവാടും കാര്യങ്ങളൊക്കെയാണ് ആ വീട്ടിലോട്ട്. അതായത് ഇത് ആരുടെ വീടാണ് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ തന്നെ പറയാം. അപ്പൊ ഭൂമി ആദ്യമായിട്ട് ആ വലിയൊരു തറവാട്ടില് വലതുകാല് വെച്ച് ഭൂമി കയറേണ്. അങ്ങനെ ഭൂമി കയറി മുത്തശ്ശിയെ കാണുന്നു. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മുത്തശ്ശി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവര് സംസാരിച്ചൊക്കെ നിൽക്കുമ്പോൾ ഇന്ന് എൻ്റെ മോളുടെ ചെറുമോന്റെ നിശ്ചയമാണ്, അവന്റെ മുറപ്പെണ്ണിനെയാണ് ചെയ്യുന്നത്, അതിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാ മോളെന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ കാറിന്റെ അടുത്ത് നിൽക്കുന്ന അച്യുതൻ മേളിലോട്ട്, ആ വീടിന്റെ മേളിലോട്ട് ഇങ്ങനെ നോക്കുമ്പോ ഒരു സ്ത്രീ തിരിഞ്ഞ് ഇന്ന് സംസാരിക്കാൻ കേട്ടോ മൊബൈലില്. ആ സ്ത്രീ തിരിഞ്ഞു കഴിയുമ്പോൾ അച്യുതൻ പെട്ടെന്നങ്ങ് ഞെട്ടിത്തെറിക്കാണ്. കാരണം അത് മറ്റാരുമല്ല, അച്യുതൻ ഭയന്നിരുന്ന ആ മുഖം, ഭവാനിയുടെ മുഖം. കഴിഞ്ഞ ദിവസം അച്യുതൻ ഭവാനിയെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടായിരുന്നു, ഒരു സിറ്റിയിൽ എവിടെ പോയ സമയത്ത്. പക്ഷെ അച്യുതൻ പിടി കൊടുത്തില്ല. പക്ഷെ ഭവാനി കാറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് നോക്കിയും വെച്ചു. പിന്നെ ആ കാറിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്യുതൻ പതുക്കെ മാറി നിൽക്കാനായിട്ട്. ആ സമയത്ത് നമ്മുടെ ഭൂമി വന്നിട്ട് അച്യുതനെ തിരക്കുന്നുണ്ട്. അച്ഛൻ അവിടെ എന്ത് ചെയ്യും, ഇതൊക്കെ എടുത്ത് വെക്ക്, എല്ലാം കൃത്യമായിട്ട് എടുത്ത് കൊടുക്കണ്ടേ, വാ അച്ഛന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചോണ്ട് പോകണ്ട കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഭൂമി മുത്തശ്ശീനെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ഭൂമി പെട്ടെന്ന് തിരിയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു ഷോക്കായി പോണ്. കാരണം സത്യത സാറിനെ കാണുകയാണ്. ഭൂമി അമ്പരന്ന് വീണ്, സാർ സാർ ഇവിടെയോ? അപ്പൊ സത്യം നിൽക്കും, ആഹാ മോളെ നീ ഇവിടെയോ, ഇതെന്താ സർപ്രൈസ് ആയി പോയല്ലോ എന്ന് പറയാം. അങ്ങനെ രണ്ടുപേരും പെട്ടെന്ന് കണ്ട സന്തോഷത്തിന്റെ ഒരു ഷോക്കിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ സത്യം പറയും, ഇതാണ് എന്റെ വീട് എന്നൊക്കെ പറയാം. അപ്പൊ ഭൂമി പറയും, ഓ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ. കാരണം സാറിനെ ഒരിക്കലും ഇവിടെ വെച്ച് കാണുമെന്ന് ഭൂമി വിചാരിച്ചില്ല. അങ്ങനെ ഇതെന്റെ വീടാണ്, അമ്മ സംഗീത എന്റെ സഹോദരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരെയും ഭൂമി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഭൂമിജ പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ആ ഉണ്ണിയപ്പവും ആ പാൽപ്പായസവും ഒക്കെ എടുത്ത് നമ്മുടെ അച്യുതനും കൂടെ ചേർന്ന് എല്ലായിടത്തും വിളമ്പി വെക്കുകയാണ്. പക്ഷെ അച്യുതന് വല്ലാത്തൊരു ഭയമായിരുന്നു. കാരണം ആ സ്ത്രീയെ താൻ കാണാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ അച്യുതൻ നിൽക്കുന്നത് കേട്ടോ. ആ സമയത്താണ് അച്യുതൻ ഒരു നിമിഷം ആ പഴയ കാലങ്ങളിലോട്ട് കടന്നു പോവാണ്. അതായത് ഒരു ദിവസം ഒരു സമയത്ത് നമ്മുടെ അച്യുതൻ ഇങ്ങനെ കാർ, അന്ന് ഒരു അംബാസിഡർ കാറ് ഡ്രൈവറായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ വരായിരുന്നു. വരുന്ന സമയത്ത് ഒരു 2.5-3 വയസ്സിനകത്തുള്ള ഒരു പെൺകുട്ടി ഈ കാറിന്റെ മുമ്പിലോട്ട് ഇങ്ങനെ വന്നതും അച്യുതൻ ആ കുട്ടീനെ ഇടിച്ചില്ല, പക്ഷെ എങ്കിലും ആ കുട്ടി വീണു പോണ്. അങ്ങനെ ഓടി ചെന്ന് ആ കുട്ടിയെ എടുത്തിട്ട് അയ്യോ മോള് കരയില്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ഒരു സ്ത്രീ കടന്നു വരെയാണ്. അപ്പൊ ആ അച്യുതൻ പെട്ടെന്ന് വിചാരിക്കുന്നത് ആ കുട്ടിയുടെ അമ്മയായിരിക്കും. കാരണം കുട്ടി പെട്ടെന്ന് റോഡിലോട്ട് ഇറങ്ങി വന്നതായിരിക്കും. ആ കുട്ടിയെ തിരികെ എടുക്കാനായിട്ട് വന്നതാണ് ആ അമ്മ എന്നുള്ള രീതിയിൽ ആ കുട്ടി അമ്മയുടെ കൈകളിലേക്ക് ഈ കുട്ടീനെ കൊടുക്കാൻ വന്നപ്പോ ഈ സ്ത്രീ പറയുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അച്യുതൻ പറയും, പറഞ്ഞോളൂ മേഡം എന്താണ്. അവരെ കണ്ട ഒരു വലിയ വീട്ടിലെ സ്ത്രീ ആയിരുന്നു. അങ്ങനെ ആ സ്ത്രീ ആവശ്യപ്പെടാണ്, ഈ കുഞ്ഞിനെ നിങ്ങൾ ഏതെങ്കിലും മലയുടെ മുകളിലോ കുന്നിൻ ചെരുവിലോ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഈ കുട്ടീനെ നിങ്ങൾ കൊല്ലുക, എന്ത് ചെയ്താലും വേണ്ടില്ല, ഈ കുട്ടി ജീവനോടെ ഇരിക്കാൻ പാടില്ല. ആ കുട്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാമെന്ന് പറയാം. അപ്പൊ ഒരു നിമിഷം അച്യുതൻ പകച്ചു പോവാണ്. ഒരു ഇത്രയും ഒരു നിഷ്കളങ്കമായ മുഖമുള്ള ഈ
ഒരു കുഞ്ഞിനെ കൊല്ലാൻ പറയുകയാണോ ഈ സ്ത്രീ? എന്താ ഈ സ്ത്രീ പറയണത്? പക്ഷെ അച്യുതൻ ആ നിമിഷം ഒന്ന് ചിന്തിക്കുകയാണ്. കാരണം ഞാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ എനിക്ക് പകരം വേറൊരാളെ ആക്കും. കാരണം പണം ആവശ്യമുള്ളവര് അതല്ല ഇതിന് അപ്പുറം എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരല്ലേ. അങ്ങനെ അച്യുതൻ പറയും ഞാൻ ചെയ്തോളാം മേഡം എന്ന് പറയും. അങ്ങനെ ആ സ്ത്രീ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോവാണ് കേട്ടോ. പിന്നീട് അച്യുതൻ ആ കുഞ്ഞിനെ അവരുടെ സ്വന്തം മകളായിട്ട് വളർത്തുകയാണ്. അങ്ങനെ ആ കുഞ്ഞിന് ഭൂമിജ എന്ന പേരിടുകയാണ്. ആ ഭൂമിയാണ് നമ്മുടെ ഈ ഭൂമി. അപ്പൊ അതാണ് അതിന്റെ നമ്മുടെ നായികയായ ഭൂമിജയുടെ ആ ഉറവിടം എന്ന് പറയുന്നത് അതാണ്. പക്ഷേ ഈ സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് നമ്മുടെ സാഗർദാസിന്റെ ഭാര്യയായ ഭവാനി. അതായത് നമ്മുടെ സൗഭാഗ്യപുരത്തിലെ സൗഭാഗ്യ അമ്മയുടെ ഇളയ മകൻ മരിച്ചുപോയ സാഗർദാസിന്റെ ഭാര്യയാണ് ഭവാനി. കാരണം സത്യദാസിനോടുള്ള ആ ദേഷ്യവും വൈരാഗ്യത്തിനും ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഏൽപ്പിച്ചതാണ്. ആ കഥയാണ് നമ്മുടെ അച്യുതൻ ഒരു നിമിഷം ആലോചിക്കുന്നത്. അങ്ങനെ അച്യുതൻ തിരിച്ച് ആ പഴയ കാലങ്ങളിൽ നിന്നൊക്കെ വരണം. ആ സമയത്ത് നമ്മുടെ ആരാണ് നമ്മുടെ അഞ്ജന അവിടെ എത്തുകയാണ്. അഞ്ജനയുടെ വിവാഹ നിശ്ചയമാണ്. അഞ്ജനയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എടുത്തുചാട്ടക്കാരിയും ഒരു തന്നിഷ്ടപ്രകാരം ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അഞ്ജനയുടെ അതേ ഇതിൽ തന്നെയുള്ള ആളാണ് നമ്മുടെ അഭിരാമി, അതായത് ഇന്നത്തെ നമ്മുടെ ഭൂമിജ. പക്ഷെ ആർക്കും അറിയില്ല ഈ സൗഭാഗ്യപുരത്ത് വലതുകാല് വെച്ച ഭൂമി തന്റെ സ്വന്തം തറവാട്ടിലാണ് വന്ന് നിൽക്കുന്നതെന്നുള്ളത് ഭൂമിക്കും അറിയില്ല. അങ്ങനെ നമ്മുടെ അഞ്ജന വരെയാണ് നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഭവാനി ഓടി വന്ന് അഞ്ജന ആ മാലയൊന്നും ഇട്ടിട്ടില്ല. അതായത് പാരമ്പര്യമായിട്ട് അതായത് പണ്ട് അഭിരാമിക്കും അഞ്ജനയ്ക്കും ഒരുപോലെ ഇട്ടുകൊടുത്ത മാലയാണ്. പക്ഷെ അഭിരാമിയുടെ കഴുത്തിൽ ഇന്നും ആ മാലയുണ്ട്, അതായത് നമ്മുടെ ഭൂമിയുടെ കഴുത്തില്. അങ്ങനെ അഞ്ജന ആ മാല അമ്മയുടെ നിർബന്ധപ്രകാരം എടുത്തിടാണ്. അങ്ങനെ ഇട്ട് മുത്തശ്ശിയുടെ അടുത്തൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അടുക്കളയിൽ കിച്ചന്റെ അവിടെ വന്നിട്ട് അഞ്ജന എന്തോ ഒരു പ്ലാനിങ് അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഭൂമി കാണാണ്. ഭൂമി ആദ്യം അഞ്ജനയെ പരിചയപ്പെടുന്നുണ്ട്, അമ്മ മുത്തശ്ശി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ അഞ്ജന അവിടെ എന്തോ ഒരു അത്ര നല്ല രീതിയിലല്ലാത്ത എന്തോ ഒരു സംഭവം അവിടെ ചെയ്യുന്നത് കണ്ട് ഭൂമി അഞ്ജനയെ തല്ലുന്ന സീനാണ് കേട്ടോ. അപ്പൊ അത് പിന്നെയാണ് അത് എന്താണ് ഏതാണെന്നൊക്കെ കാണിക്കുന്നത്. അത് ഇനി വരുന്ന ആഴ്ചകളിൽ അത് എന്തായാലും അതിന്റെ ഒരു ഇൻട്രോ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അഞ്ജനയായിട്ട് ആ ഒരു ഷോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഭൂമി അടിക്കുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെ വരികയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സത്യദാസിന്റെ റൂമിലോട്ട് നമ്മുടെ ഭൂമിയെ കൊണ്ടുപോവുകയാണ്. കാരണം എന്റെ റൂം എവിടെയാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ റൂമിലോട്ട് കയറുമ്പോൾ നമ്മുടെ ഭൂമി പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. കാരണം എന്ത് വലിയ റൂം. ആ റൂമില് ഒരു കുഞ്ഞ് 2-2.5 വയസ്സായ ഒരു കുഞ്ഞിന്റെ മുഖം, നല്ല ഓമനത്വമുള്ള മുഖം. അപ്പൊ ആ കുഞ്ഞിന്റെ മുഖം നമ്മുടെ ഭൂമി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ സത്യം പറയുന്നുണ്ട്, ഇതാണ് എന്റെ കാണാതെ പോയ 2.5 വയസ്സുള്ള എന്റെ മകളുടെ അവസാന ഓർമ്മകളാണിത്. അവള് ജീവനോടെ ഉണ്ടോ, എന്റെ ഭാര്യയും ഇന്ന് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്റെ മകളുടെ ഫോട്ടോയാണ്. പക്ഷെ സ്വന്തം മുഖമാണ് ആ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്ന് നമ്മുടെ ഭൂമിക്ക് അറിയില്ല. അത് നമ്മുടെ അഭിരാമിയാണ് ആ ഫോട്ടോയില്. അങ്ങനെ ആ ഒരു സീനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഭവാനിയുടെ കണ്ണില് നമ്മുടെ അച്യുതൻ പെട്ടെന്ന് പെടണം കേട്ടോ. എവിടെയോ വെച്ച് ഭവാനി ആ തിരക്കിനിടയില് ആ സൗഭാഗ്യപുരത്ത് വെച്ച് നമ്മുടെ അച്യുതനെ കാണാണ്. ഭവാനി വീണ്ടും ഞെട്ടാണ്. ഭവാനി അയാളുടെ പുറകെ ചെല്ലാണ്. കാരണം അയാളെ കണ്ട് ചില കാര്യങ്ങൾ കൺഫേം ചെയ്യാനുണ്ട്. കാരണം അന്ന് താൻ ഏൽപ്പിച്ച ആ കുഞ്ഞ് ഇന്ന് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഭവാനിക്ക് അറിയണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അച്യുതനെ ആ വീട്ടിലെ എല്ലാ സ്ഥലവും തിരക്കിയാണ്. പക്ഷെ അച്യുതൻ എപ്പോഴേക്കും ഗേറ്റിന്റെ അവിടുത്തെ ആ ഒരു റൂമില് എങ്ങനെയൊക്കെയോ എത്തിപ്പറ്റി ഒളിച്ച് അതിന്റെ അകത്ത് കയറി നിൽക്കാൻ കേട്ടോ. കാരണം അച്യുതൻ അവരുടെ മുമ്പിൽ ചെന്നുപെട്ട ഒരുപാട് സത്യങ്ങൾ വെളിയിലാവും. തന്റെ മകളെ തനിക്ക് നഷ്ടപ്പെടും. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഓർത്ത് അവരെ കണ്ണിപ്പെടാണ്ട് നിൽക്കുകയാണ്. പക്ഷെ ഭവാനിക്ക് ഒത്തിരി നേരം നിന്ന് തരാനും പറ്റില്ല. കാരണം വിവാഹ നിശ്ചയമാണല്ലോ. അപ്പോ അതിന്റെ ഒരുക്കങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ ഇനി ഇയാളുടെ പുറകെ പോയാൽ അത് വേറെ വല്ല കെണിയാവോ എന്നുള്ള രീതിയിൽ ഭവാനി അയാളെ തിരക്കി പിന്നെ പോയില്ല കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഭവാനിയുടെ കണ്ണു വെട്ടിച്ച് അച്യുതൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഏകദേശം ഒരു ഇൻട്രോ ഇതൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഭൂമി ആരാണെന്നുള്ള അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ. നമ്മുടെ ഈ സൗഭാഗ്യപുരത്തിലെ സൗഭാഗ്യ മുത്തശ്ശിയുടെ ചെറുമകളാണ്, അതായത് കാണാണ്ട് പോയ സത്യദാസിന്റെ മകൾ.
ആണ്. പിന്നെ ഇതിനിടയിൽ നമ്മുടെ അജയ് നമ്മുടെ സത്യദാസിന് വാക്ക് കൊടുക്കുന്നുണ്ട്, 2 മാസങ്ങൾക്കുള്ളില് ഞാന് വലിയച്ഛന്റെ ഭാര്യയും മകളും, അതായത് എന്റെ വല്യമ്മയും അതുപോലെ എന്റെ മുറപ്പെണ്ണായ അഭിരാമിനെയും ഞാൻ കണ്ടെത്തി തരും. ഒരു പക്ഷെ അഭിരാമി ഇന്നും ജീവനോടെ ഉണ്ടായിരുന്നു എങ്കിൽ ഒരു പക്ഷെ അഭിരാമിയാണ് നമ്മുടെ അജയ് വിവാഹം കഴിക്കേണ്ടി വരുന്നത്. അഭിരാമിയെ കാണാനില്ലാത്തത് കൊണ്ടാണ് അഞ്ജനയെ വിവാഹം കഴിക്കാം മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം. പിന്നീട് നമ്മുടെ ഭൂമിയെയും അജയെയും തമ്മിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ അജയ് ഭൂമിനെ തേടി ആ ടീ ഷോപ്പിൽ ചെല്ലുന്നുണ്ട്, എന്നിട്ട് ഒരു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഭൂമി ചോദിക്കുന്നുണ്ട്, എന്താ സാറേ ഒരു താങ്ക്സ് ഒക്കെ? അതെ, താന് നമ്മുടെ ആ MLA മകന്റെ കേസിൽ ചെറിയൊരു ഹിന്റ് തന്നില്ലേ, അതുകൊണ്ട് ഒരു താങ്ക്സ്. ഓ അതാണോ? കാരണം അവിടെ ആ MLA മകൻ മരിച്ച റൂമില് മറ്റൊരു വ്യക്തികളുടെ ഫിംഗർ പ്രിന്റ് ഇല്ല, പക്ഷെ നിറച്ചും വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നു. അപ്പൊ ഭൂമി ഇതിനെ കുറിച്ചൊക്കെ ഇൻവെസ്റ്റിഗേഷനും കേസും കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള ബുക്കുകളും മറ്റും വായിക്കുന്നുണ്ടാകാം ഭൂമിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നി അന്ന് പറഞ്ഞത്. കാരണം അജയ്, അതായത് ഐസ് കട്ട നിരത്തി വെച്ചിട്ട് അതിൽ കയറി നിന്നാണ് അയാൾ ആത്മഹത്യ ചെയ്തേക്കുന്നതെന്നുള്ള ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതൊക്കെ കേട്ടപ്പം അജയ്ക്ക് ആദ്യം ഒരു മന്ദബുദ്ധി, തന്റെ തലയിൽ കുറച്ച് ഐസ് കെട്ടി പറഞ്ഞ് ഭൂമിയെ കളിയാക്കി. പക്ഷെ പിന്നീട് അജയ് അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ തന്നെയാണ് നമ്മുടെ ഭൂമി പറഞ്ഞത് എന്നുള്ളത് അജയ്ക്ക് മനസ്സിലാവാൻ കേട്ടോ. അങ്ങനെ അതിനെ തുടർന്നാണ് അജയ് ടീ ഷോപ്പിൽ ചെന്ന് താങ്ക്സ് ഒക്കെ പറയണത് കേട്ടോ. അപ്പൊ അജയ് എന്നിട്ടും പറയുന്നുണ്ട്, അതെ തനിക്ക് ഈ മുഖം ഒരിക്കലും ചേരുന്നതല്ല കേട്ടോ, കുറച്ചും കൂടെ സ്മാർട്ടായിട്ടൊക്കെ താൻ ഇരിക്കണം, അതേ തനിക്ക് ചേരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഭൂമി ആകെ ഡൗൺ ആണ്. അത് അറിയാലോ, നമ്മുടെ അച്യുതന്റെ ആ ഒരു അസുഖം ഭൂമിയെ വല്ലാണ്ട് അലട്ടുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിന്റെ അടുത്ത നെക്സ്റ്റ് വീക്കിന്റെ ഒരു ഇൻട്രോ മാത്രമാണ്. ഓരോ ദിവസത്തെ എപ്പിസോഡ് ഞാൻ കറക്റ്റ് 11:30 നമ്മുടെ സുമി മുഫാസ് മൺസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ 2 ചാനലും എല്ലാ സീരിയലുകളും നിങ്ങൾ സ്കിപ്പ് അടിക്കാണ്ട് കാണുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് നിർത്തുകയാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.